ഹലോ ഗായ്സ്, അങ്ങനെ ഒരു മാസത്തിന് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ബിസി ഇപ്പോൾ ആയതുകൊണ്ടാണ് കഴിഞ്ഞൊരു മാസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ട് ഇപ്പോൾ. ഓക്കെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം കുറേ ആയാലും വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് വലിച്ചു നീട്ടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം വിജയിച്ചവരുടെ കുറച്ച് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ്, നമ്മൾ ഹാബിറ്റ്സിനെ കുറിച്ച് ഇടുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പീപ്പിൾ അവരുടെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് ഹാബിറ്റുകളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ അവർ ചെയ്യുന്ന ആദ്യത്തെ ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ബോഡി ഫിറ്റാക്കി വെക്കാൻ എക്സസൈസ് ചെയ്യുന്നതാണ്. കൃത്യമായ വർക്കൗട്ട് ചെയ്യും. അവരുടെ ലൈഫിൽ കൃത്യമായൊരു അടുക്കും ചിട്ടയും ഉണ്ടാവും. അതാണ് അവരുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൃത്യമായിട്ട് അവർ പ്ലാനിങ് ഒക്കെ ചെയ്ത് കൃത്യമായി ഇങ്ങനെ മനസ്സും ശരീരവും ആരോഗ്യപരമായിട്ട് വെക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്താഗതി ഉണ്ടാവും. നമ്മളെപ്പോലെ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ട് കുറച്ച് ഇതൊക്കെ അല്ല. അവർ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് കൃത്യമായ ഡിസിഷൻസ് ഉണ്ടാവും, കൃത്യമായ ചിന്താഗതികളുണ്ടാവും, കൃത്യമായ പ്ലാനിങ് ഉണ്ടാവും. ശരീരവും മനസ്സും എങ്ങനെ ആരോഗ്യപരമായിട്ട് നിൽക്കാം, എങ്ങനെ ആളുകളോട് പെരുമാറാം, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ കണ്ടിട്ടില്ല. ഇതൊക്കെ അവരുടെ ഹാബിറ്റ്സിൽ നിന്ന് അവർ ഉത്പാദിപ്പിക്കുന്നതാണ്. നിങ്ങൾ കേട്ടിട്ട് ജിമ്മിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ തന്നെ കുറച്ചും കൂടി സ്ട്രോങ് ആവും മെൻ്റലി ആൻഡ് ഫിസിക്കലി. വർക്കൗട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണത്. നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും വളരെ സ്ട്രോങ് ആയിട്ട് മാറും. നമുക്ക് ഏതൊരു സിറ്റുവേഷനെയും അതിജീവിക്കാനുള്ള ഇതുണ്ടാവും. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത്യാവശ്യം തടിയും വെണ്ണമുള്ളവരൊക്കെ എല്ലാവർക്കും ഒരു റെസ്പെക്റ്റും കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. കാരണം എന്താ, അവരുടെ ആരോഗ്യം കണ്ടിട്ടാണ്. ആരോഗ്യം കണ്ടിട്ട് തന്നെയാണ് നമ്മുടെ മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യം കണ്ടിട്ടാണ് നമുക്ക് റെസ്പെക്റ്റ് കിട്ടുന്നത്. നമ്മുടെ പ്രവൃത്തി കണ്ടോടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ അടുക്കും ചിട്ടയോടെ ചെയ്യുക. അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഹാബിറ്റ്സ് അതാണ്. എല്ലാം നമ്മളെപ്പോലുള്ള അവരെല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവാൻ മാക്സിമം ശ്രമിക്കും. നമ്മൾ ആ ടെൻഡൻസി അമ്പയെ പോലെ എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കില്ലെങ്കിലും മിക്കവാറും എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റായിട്ട് ചെയ്ത് നോക്കും. ചിലരൊക്കെ പറയും എന്താ പറയുക, ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെസ്സി ആയിട്ടുള്ള റൂമായിട്ടുള്ള കൂട്ടരൊക്കെ ജീനിയസുകളായിരിക്കും, അവർക്കിതായിരിക്കും, ഇങ്ങനെ നേരിടായ ജീനിയസാണ്. അതൊന്നല്ല, അങ്ങനെയുള്ള കൂട്ടറുണ്ടാവും. പക്ഷേ കൃത്യമായ അടുക്കും ചിട്ടയുള്ള കൂട്ടറാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. എല്ലാ ജീനിയസുകളും സക്സസ്ഫുൾ അല്ല കേട്ടോ, പക്ഷെ അവരുടെ ചരിത്രം എപ്പോഴും ഓർമ്മിക്കുന്നു ബിക്കോസ് ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻസ്. അവർ ബിസിനസ്സിലും മറ്റോ സക്സസ്ഫുൾ ആയതുകൊണ്ടല്ല, അവരുടെ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയ സയൻറ്റിസ്റ്റാണ് നിക്കോള ടെസ്ല. പക്ഷേ മൂപ്പർ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് എന്താ, എഡിസൺ ഉള്ളതുകൊണ്ടാണ്. എഡിസൺ എന്ന ബിസിനസ് തോമസ് ആൽവ എഡിസണിൻ്റെ ബൾബ് കണ്ടുപിടുത്തു. ഇതൊക്കെ മൂപ്പറെ ബ്രാൻഡിങ് ആണ് പറ്റിയത്. പേറ്റൻറ്റ് മേടിച്ച് ബ്രാൻഡിങ് ഒക്കെ നടത്തിയോണ്ട് മൂപ്പർ ഫേമസ് ആയി. അപ്പോൾ അതുകൊണ്ട് മൂപ്പർ ഷാഡോ മാത്രമായിപ്പോയി ടെസ്ല. ഇപ്പോഴാണ് നമ്മൾ എല്ലാവരും ടെസ്ലയെ കുറിച്ച് ശരിക്കും പഠിക്കാൻ തുടങ്ങിയത്. കാരണം മൂപ്പർ അത്രക്ക് അണ്ടർ റേറ്റഡ് ആയിരുന്നു. ജീനിയസ് ആയതുകൊണ്ടല്ല, സക്സസ്ഫുൾ ആയിട്ടുള്ളത് ബിസിനസ് മൈൻഡ് സെറ്റാണ് സക്സസ് ആവാൻ വേണ്ടത്. ഏതൊരു സിറ്റുവേഷനെയും നമ്മളിതായ അനുകൂലമായ ലാഭകരമായ സിറ്റുവേഷനിൽ എത്തിക്കും. ഓക്കെ, ഇതൊക്കെയാണ് കുറച്ച് ഹാബിറ്റ്സ്. ഇത് പാർട്ട് 1 ആയിട്ടുള്ളൂ, ബാക്കി പാർട്ട് ഉണ്ടാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. ഏതൊന്നും പറയാറില്ല, എന്നാലും ഇത്തവണ കുറേ വന്നിട്ട് അതുകൊണ്ട് കുറച്ച് വോയിസ് പ്രോബ്ലംസ് ഉണ്ടാവും. 1-2 ഡേയ്സ് കൊണ്ട് ശരി വന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.